ഹായ്. ഇന്ന് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനത്തെ പറ്റി, അതായത് ചീസ്. നമ്മൾ കുട്ടികൾക്ക് ഇന്ന് ഒരുപാട് ഇതിൽ കൊടുക്കുന്നുണ്ട്, സ്നാക്സിൽ, ലഞ്ച് ബോക്സിലൊക്കെ മെയിൻ ഒരു ഐറ്റമാണ്. ഞാനും പല വീഡിയോസിലൂടെയും ചീസിൻ്റെ ഗുണങ്ങൾ, അതെങ്ങനെയാണ് നിങ്ങളുടെ പല്ലിന് ഓക്കെ ആകുന്നത്, കാൽഷ്യം ഡെഫിഷ്യൻസി എങ്ങനെ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നു എന്നിങ്ങനെ അതിൻ്റെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു ഫുഡാണ് ചീസ്. ചീസ് തന്നെ പല ഫോംസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, മൊസറല്ല ചീസ് ഉണ്ട്, ചീസ് സ്ലൈസ് ആയിട്ട് പലരും വാങ്ങിക്കുന്നുണ്ട്. ബ്രെഡിലും മറ്റും സ്പ്രെഡ് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ക്രീം ചീസുകൾ, കുനാഫ, അങ്ങനെ കുനാഫയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ചീസാണ്. അതുപോലെ ബ്ലോക്ക് ചീസുകൾ, അതായത് ഹാർഡും സോഫ്റ്റുമായിട്ടുള്ള ഫോമുകളിൽ ചീസുണ്ട്. ഇതിൽ എത്ര നാൾ ഫ്രിഡ്ജിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ, സോഫ്റ്റ് ചീസുകളാണെങ്കിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരാഴ്ച ആണ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. ഇനി ഹാർഡ് ചീസുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം സൂക്ഷിക്കാൻ കുഴപ്പമില്ല. ഇനി അത് എങ്ങനെയാണ് അത് ചീത്തയായെന്ന് അറിയുന്നത്, കാരണം വളരെയധികം ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്ന ഒന്നാണ് ചീസ്. നമ്മൾ പ്രോപ്പറായിട്ടത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റോറേജിന് പ്രശ്നമുണ്ടെങ്കിലും ഒക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് അതിൻ്റെ സ്മെല്ലിൽ വരുന്ന വ്യത്യാസമാണ്. നോർമലി അതിനുള്ള ഒരു സ്മെല്ലിനേക്കാളും ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ചീത്തയായിട്ടുണ്ട്. നിങ്ങൾ ആ ചീസ് കളയണം. മാത്രമല്ല, ഇനി അതിൻ്റെ ഒരു ടെക്സ്ചറിലോ അല്ലെങ്കിൽ കളറിലോ വ്യത്യാസം വരാം. അതായത് ഒരു ചെറിയ ഒരു വഴുവഴുപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പുളിപ്പ്, ഇതൊക്കെ നോർമലി ഒരു ചെറിയ പുളിപ്പുണ്ട് ചീസിന്. അത് കൂടാതെ ഒരു എക്സ്ട്രാ ഒരു പുളിപ്പോ അല്ലെങ്കിൽ ഒരു വഴുവഴുപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് അർത്ഥമാക്കുന്നത് ചീത്തയായി എന്നാണ്. ഇനി അത് മാത്രമല്ല, ഇതിന് കളർ ചേഞ്ച്, ഇപ്പോൾ മൊസറല്ല ചീസൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം, ഓപ്പൺ ചെയ്തൊരു 1 വീക്ക് ഒരു 2 വീക്സിനുള്ളിൽ അതിന് കളർ ചേഞ്ച് വരും. ഒരു ബ്ലാക്ക് കളറായിട്ടൊക്കെ അത് മാറും. അതിനകത്ത് ചീത്തയായിന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾ ചീത്തയാകാത്ത പാർട്ട് അതിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ ഉപയോഗിക്കാൻ നിൽക്കരുത്. ആ എടുത്ത പാക്ക് ഫുള്ള് നിങ്ങൾ കളയണം. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് മാക്സിമം നിങ്ങൾ എടുത്തതിന് ശേഷം ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് ഇത് സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടത്. അത് വെക്കേണ്ടത് ഒരു കൃത്യമായ, അതിന് വേണ്ടി തന്നെ ഒരു ഡെഡിക്കേറ്റ് ചെയ്തൊരു പ്ലേസ് കൊടുക്കുക. ഒരുപാട് ഫ്രീസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് പോയ്സൺസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമുക്ക് വേണ്ട ന്യൂട്രീഷൻ തരുന്ന ഈ ഫുഡുകൾ ഒഴിവാക്കേണ്ട അവസ്ഥയില്ല. അപ്പോൾ ഈ ഫുഡ് പോയ്സണിങ് പേടിച്ച് പലരും മഷ്റൂംസ് അല്ലെങ്കിൽ ചീസ് ഇതുപോലുള്ളതൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെയില്ല, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് സേഫാണ്.